എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസയിലെല്ലാം നല്ലവണ്ണം പൂക്കളും പുതിയ തളിർപ്പൂകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഞാൻ റോസയിലൊക്കെ നല്ലപോലെ പൂക്കളുണ്ടാകുന്ന വളങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ കുറേ വളങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ റോസയൊക്കെ ഈ വേനൽക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ എല്ലാവരും മറക്കല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ മുരടിച്ച ഭാഗവും കറുത്ത കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിടണം. അപ്പോൾ ഇന്ന് നമ്മുടെ റോസയിൽ നല്ലവണ്ണം പൂക്കളുണ്ടാവാനായിട്ട് ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റോസാ ചെടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. നല്ലപോലെ പൂക്കൾ വന്നിട്ടുള്ള റോസയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പൂക്കളെല്ലാം ഒന്ന് വാടി കുറേയൊക്കെ പൊഴിഞ്ഞു പോയി. ആ നിൽക്കുന്ന ഒരവസരത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ റോസാപ്പൂവ് റോസയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ വേണ്ട 2 ഇല താത്തി, ആ പൂവിൻ്റെ താഴെ 2 ഇല താത്തി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് ലോങ് ആയിട്ടുള്ള മേളിലോട്ട് വളർന്നു നിൽക്കുന്ന ശേഖരങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് താത്തി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസാത്തിരിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പലർക്കും അതറിയാത്ത ഒരുപാട് പേരുണ്ട്. കാരണം പലരും റോസയിലെ പൂ അവിടെ നിന്ന് കരിഞ്ഞ് മുരടിച്ച് പിന്നെ ആ കമ്പൊന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ ആയിരിക്കും അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ റോസയിലെ പൂക്കളൊക്കെ ഒന്ന് നന്നായിട്ട് വിരിഞ്ഞു വരുമ്പോൾ കൊഴിയുന്നൊരു സമയമുണ്ട്, അല്ലെങ്കിൽ പൂക്കൾ ഉണങ്ങി വരാറാകുന്നൊരു സമയമുണ്ട്. പിന്നെ അതിൽ നമ്മളത് നിർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഉടനെ തന്നെ 2 ഇല താത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കുഴമ്പ് രൂപത്തിലാക്കി തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ കുഴച്ചിട്ട് ഒരു ബ്രഷിൽ എളുപ്പമാണ്. ഇതുപോലെ എടുത്തിട്ട് ബ്രഷ് കൊണ്ട് നമ്മുടെ ആ കട്ട് ചെയ്ത എല്ലാ കമ്പുകളിലും പുരട്ടി കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ഈ റോസയ്ക്ക് കറുത്ത ഒരു പാട് പോലെ കറുത്തിരിക്കുകയോ കമ്പുകൾ കറുത്തിരിക്കുകയോ കണ്ടാൽ ഉടനെ തന്നെ അവിടെ നമ്മളത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ശേഖരങ്ങളൊക്കെ ആണെങ്കിൽ കറുത്തിരിക്കുന്നെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അവിടെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ താഴോട്ട് വേരിൻ്റെ ഭാഗത്തൊക്കെ വേണമെങ്കിൽ ചെറിയ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഈ ഒരു ഫംഗിസൈഡ് തേച്ച് പിടിപ്പിക്കുക. ഈ സാഫ് ഒരു ഫംഗിസൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ മാറ്റി ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കുന്നു. യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ലവണ്ണം പിന്നീട് ഉണ്ടാകുന്ന തളിർപ്പുകളൊക്കെ നല്ല പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ ഒരുപാട് വീഡിയോസിൽ ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു റോസാച്ചെടി കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ തേച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ കൊടുക്കുന്ന ഹ്യൂമിക് ആസിഡാണ്. നല്ല റിസൾട്ടാണ്. മസ്റ്റായിട്ടും 15 ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടതാണ്. ആദ്യം നമ്മൾ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പൊട്ടാഷ് NPK 19 കൊടുത്തു. അത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വീതം ചെടികളുടെ ചുവട്ടിൽ മണ്ണിളക്കിയതിന് ശേഷം ഇട്ടാണ് കൊടുത്തത് ഞാൻ. അത് ലിക്വിഡ് രൂപത്തിലുള്ളതും പൗഡർ രൂപത്തിലുള്ളതും ഒക്കെ ഉണ്ട്. NPK 19 അത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ജൈവവളം കൊടുത്തിട്ട് നിങ്ങളെ കാണിച്ചായിരുന്നു. അതായത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് പുളിപ്പിച്ച വളം കൊടുത്തത് കാണിച്ചിരുന്നു. അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ 15 ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്ന ഒരു വളമാണ് ഹ്യൂമിക് ആസിഡ്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഹ്യൂമിക് ആസിഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇതിൽ 1/4 ടീസ്പൂണിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആദ്യം 1/4 ടീസ്പൂൺ അത് നമ്മൾ എത്രയാണോ എടുക്കേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ വെച്ച് ഒരു 10 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ലിറ്റർ വെള്ളം വേണം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ അളവിൽ 1/4 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത് മസ്റ്റാണ്. കാരണം ഇതിൻ്റെ പൊടി പോലെ അടിയിൽ അടിഞ്ഞിരിക്കും. അത് വരരുത്. നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞു ചേരും. എന്തിലും കുറച്ച് നേരം വെച്ചാലും നല്ലപോലെ അങ്ങ് അലിഞ്ഞു ചേരും. എന്നിട്ട് നല്ലപോലെ കപ്പ് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുള്ളൂ.
അപ്പോൾ ഇതിനകത്തെല്ലാം ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല മൈക്രോ ന്യൂട്രിയൻസുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇളക്കമുള്ളൊരു മണ്ണാക്കാനായിട്ട് ഇതിനെ സഹായിക്കുന്നു. ഉറഞ്ഞ മണ്ണൊക്കെ നല്ല ഒരു എന്താ പറയുക ഇളക്കമുള്ള മണ്ണാക്കാനായിട്ട് ഈ ഒരു ദ്രാവകം സഹായിക്കുന്നു, ഈ ഒരു ഫെർട്ടിലൈസർ. ഞാനൊരു അരക്കപ്പ് വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ചെടിച്ചട്ടിയാണെങ്കിൽ 3/4 കപ്പ് വീതവും ചെറിയ ചെടിച്ചട്ടിയാണെങ്കിൽ അരക്കപ്പ് വീതവും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. രാവിലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, നല്ല പോലെ ആർത്ത് വരുന്നത് കാണാൻ സാധിക്കും ഈ ചെടികളൊക്കെ. ഇപ്പോൾ തന്നെ നമ്മുടെ ചെടികൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിറയെ മുട്ടുകളും നിറയെ ബ്രാഞ്ചസും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ വളങ്ങളും മാറി മാറി കൊടുക്കുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ബഡ് റോസ് ഒക്കെ നന്നായിട്ട് വരുന്നത്. ഇത് ബോഗൺവില്ലയ്ക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ചെടികൾക്ക് വേണം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.